ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്ന വിഷയം, അടപടലം പൊട്ടാതിരിക്കാൻ ദൈവത്തോട് നാം ഒരിക്കലും ചെയ്യരുതാത്ത ഒരു 12 കാര്യങ്ങളുണ്ട്. നമ്മൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നതാണോ അടപടലം പൊട്ടുക എന്നുള്ളത്? ഒരു സഹോദരൻ സൂചിപ്പിച്ച ഒരു കാര്യമാണ്. ഞാനൊരു 3-4 കാര്യങ്ങൾ ബിസിനസ്സായിട്ടും ജോലിയായിട്ടും കൃഷിയായിട്ടും അങ്ങനെ ഒരു 3-4 കാര്യങ്ങൾ ഞാൻ മാറി മാറി ചെയ്തു, എല്ലായിടത്തും പൊട്ടി. അദ്ദേഹമാണ് ഈ പദം ഉപയോഗിച്ചത്, അടപടലം പൊട്ടി. ഇങ്ങനെ ഒരവസ്ഥ. നമ്മൾ ബിസിനസ് നടത്തിയാൽ വിജയിക്കണം, കൃഷി ഇറക്കിയാൽ നമുക്കതിൻ്റെ ലാഭമുണ്ടാകണം, അങ്ങനെയെല്ലാം ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ. പൊട്ടിപ്പാളിഷാകാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഈ കാര്യങ്ങൾ നീ ദൈവത്തോട് ചെയ്താൽ അടപടലം പൊട്ടും. വരാതിരിക്കാൻ ഈ കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് നമ്മൾ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു 12 കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ഒന്നാമത്തെ കാര്യം, ദൈവത്തെ നിഷേധിക്കരുത്. ദൈവനിഷേധികളാകുന്നത് നമ്മുടെ ജീവിത വിജയത്തിന് പോലും തടസ്സമാകാം. നാം പൊട്ടിപ്പാളിഷാകാനായിട്ട് ആ ഒരു കാര്യം മതി, ദൈവത്തെ നിഷേധിച്ച് ജീവിക്കുക. ബോധമുള്ളവര്, ജ്ഞാനമുള്ളവര് ഒരിക്കലും അത് ചെയ്യില്ല. അതാണ് സങ്കീർത്തനം 14 ഒന്നാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം. ദൈവമില്ല എന്ന് മൂഢൻ പറയുന്നു. ഫൂൾസ്, വിവരമുള്ളവര്, അറിവുള്ളവര് അത് പറയില്ലെന്ന്. ദൈവമില്ല എന്ന് മൂഢൻ പറയുന്നു. അവരുടെ ഗണത്തിൽപ്പെടുന്നത് നമുക്ക് നല്ലതല്ലല്ലോ. രണ്ടാമതൊരു കാര്യം, ദൈവത്തെ ദുഷിക്കരുത് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ദൈവദൂഷണം തലപോകുന്ന ഒരു കാര്യമാണ്. അത് ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. ആരെല്ലാം ദൈവത്തെ ദുഷിച്ച് ദൈവദൂഷണം പറഞ്ഞു, അവരുടെയൊക്കെ തല ഛേദിക്കപ്പെട്ടു. അതുകൊണ്ട് ഇത് ചെറിയൊരു കാര്യമല്ല, വളരെ ഗൗരവമുള്ള ഒരു പാപമായിട്ട് നാം കാണണം. യെശയ്യാ 37:29 വചനം, സെന്നക്കെരീബ് ദൈവദൂഷണം പറഞ്ഞവനാണ്. ഏത് ദൈവമാണ് നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്നും രക്ഷിക്കാൻ പോകുന്നത്? അങ്ങനെയൊക്കെ സംസാരിച്ച ഒരു വ്യക്തി. അവന് എതിരെയുള്ള ശിക്ഷാവിധി പറഞ്ഞിരിക്കുന്നത് കേട്ടാൽ ചെവി ധരിക്കും. നീ എന്നോട് കോപിക്കുകയും നിന്റെ അഹങ്കാരം ഞാൻ കാണുകയും ചെയ്തതുകൊണ്ട് ഇതാണ് നിനക്ക് വരാൻ പോകുന്നത്. എൻ്റെ കൊളുത്ത് നിന്റെ മൂക്കിലും കടിഞ്ഞാൺ നിന്റെ വായിലുമിട്ട് നീ വന്ന വഴിയെ നിന്നെ തിരിച്ചോടിക്കും. ഇത് ചെറിയ പണിഷ്മെൻ്റ് ഒന്നും അല്ല, ചെറിയ ശിക്ഷാ നടപടിയൊന്നും അല്ല എന്ന് കേൾക്കുന്ന ആർക്കും മനസ്സിലാവും. നീ എന്നോട് കോപിക്കുകയും, സെന്നക്കെരീബിനെ കുറിച്ചാണ്, നിന്റെ അഹങ്കാരം ഞാൻ കാണുകയും ചെയ്തതുകൊണ്ട് എൻ്റെ കൊളുത്ത് നിന്റെ മൂക്കിലും കടിഞ്ഞാൺ നിന്റെ വായിലുമിട്ട് നീ വന്ന വഴിയെ നിന്നെ തിരിച്ചോടിക്കും. ഈ പാപത്തിൽ വീഴാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. 2 ദിനവൃത്താന്തം 32 അധ്യായം, സെന്നക്കെരീബിന് സംഭവിച്ച കാര്യം, അവൻ്റെ തന്നെ മക്കളിൽ ഒരാൾ വന്ന് അവൻ്റെ തല വെട്ടി മാറ്റി. 2 മക്കവായർ 15 അധ്യായം എടുക്കുമ്പോൾ നിക്കാനോർ ദൈവദൂഷണം പറഞ്ഞവൻ, അവൻ്റെയും തല ഛേദിക്കപ്പെട്ടു എന്നുള്ളത് ഈ 15 അധ്യായം 2 മക്കവായർ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമാണ്. റോമാലേഖനം 1 അധ്യായം 30 വചനം എടുക്കുമ്പോൾ 3 കാര്യം നമുക്ക് കാണാൻ സാധിക്കും, ദൈവത്തെ നിന്ദിക്കുന്നത്. ദൈവദൂഷണം പോലെ തന്നെ ഗൗരവമുള്ളൊരു പാപമാണ് ദൈവത്തെ നിന്ദിക്കുക. റോമ 1:30 പറഞ്ഞിരിക്കുകയാണ്, നന്ദിയില്ലാത്തവർ ദൈവനിന്ദകരും ഗർവിഷ്ഠരും പൊങ്ങച്ചക്കാരുമായി മാറും. ദൈവത്തോട് നന്ദിയും കൃതജ്ഞതയും ഇല്ലാതെ വന്നാൽ ഈ ഗണത്തിൽപ്പെട്ടവരായിട്ട് മാറും. 1 സാമുവേൽ 2 അധ്യായത്തിൻ്റെ 30 വചനം എടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ഇനി അങ്ങനെ ആയിരിക്കില്ല. ദൈവം പറയാണ്, എന്നെ ആദരിക്കുന്നവരെ ഞാൻ ആദരിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിക്കപ്പെടും. ദൈവത്തെ നിന്ദിച്ചാൽ നാം നിന്ദിക്കപ്പെടും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. 4 കാര്യമാണ്, ദൈവത്തെ പരിഹസിക്കരുത്. നേരെ മനുഷ്യരെ പരിഹസിക്കുന്നവർ അതും പോരാഞ്ഞിട്ട് ദൈവത്തെയും പരിഹസിക്കും. മത്തായിയുടെ സുവിശേഷം 27 മുതൽ വായിക്കുമ്പോൾ ദൈവത്തെ, യേശുവിനെ പരിഹസിച്ചുകൊണ്ട് അവർ ചെയ്ത കാര്യങ്ങൾ അവിടെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ കരണത്തടിച്ചു, താടിമീശ പറിച്ചു, മുഖത്ത് തുപ്പി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് അവനെ പരിഹസിക്കുന്ന ഒരു രംഗം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. മത്തായി 27 മുതൽ 39 മുതൽ വായിച്ചാൽ ഇതേ അധ്യായം 39 മുതൽ പരിഹാസ മഴ, അതാണ് നമ്മൾ ഈ വചനഭാഗത്ത് കാണുക. യേശുവിനോട് അവർ ചെയ്തത്. 5 കാര്യമാണ്, ദൈവത്തെ പരീക്ഷിക്കരുത് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ജ്ഞാനം 1 അധ്യായം 3 വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തെ പരീക്ഷിക്കുന്നത് ഭോഷന്മാരാണ്. ദൈവമില്ല എന്ന് പറയുന്നതും ഭോഷന്മാരാണ്. ജ്ഞാനികൾ അത് ചെയ്യത്തില്ല. നിയമാവർത്തനം 6:16, 1 കൊറിന്തോസ് 10 അധ്യായം
9-ാമത്തെ വചനം. ഇനി അവിടെയെല്ലാം നമ്മൾ കാണുക, ദൈവത്തെ പരീക്ഷിച്ചവര് പാമ്പ് കടിയേറ്റ് മരിക്കുന്നതും അങ്ങനെയുള്ള രംഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ദൈവത്തിൻ്റെ ശക്തിയെയും നന്മയെയും ഒരിക്കലും നാം പരീക്ഷിക്കരുത് എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് ചിലരെ കാണാൻ സാധിക്കും, ഞാൻ താഴോട്ട് ചാടിയാലും ദൈവം ഉണ്ടെങ്കിൽ ദൈവം എന്നെ കാത്തു പരിപാലിക്കണം, ദൈവം ഉണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ? അതൊക്കെ ദൈവത്തെ പരീക്ഷിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് നാം തിരിച്ചറിയണം. 6-ാമത്തെ കാര്യമാണ് ദൈവത്തിൻ്റെ ക്ഷമയെ പരീക്ഷിക്കുന്നത്. ദൈവത്തെ പരീക്ഷിക്കുന്ന പോലെ തന്നെ ദൈവത്തിൻ്റെ ക്ഷമ. യെശയ്യാ 7-ാം-13 മനുഷ്യരെ അസഹ്യപ്പെടുത്തിയത് പോരാഞ്ഞിട്ടാണോ ഇപ്പോൾ ദൈവത്തോട് നിങ്ങളിത് കാണിക്കുക? പ്രഭാഷകൻ 5-ാമത്തെ വചനം പറയുന്നുണ്ട്, ക്ഷമിക്കുമെന്നോർത്ത് പാപം ചെയ്യരുത്. ദൈവം കാരുണ്യവാനാണല്ലോ, ക്ഷമിക്കുന്നവനാണല്ലോ. അടിയാൻ വീണ്ടും വീണ്ടും പാപം ചെയ്താലും ദൈവം ക്ഷമിച്ചോളും. അങ്ങനെ ഒരു പരീക്ഷണം നമ്മൾ നടത്തരുത് എന്ന്. 7-ാമത്തെ കാര്യമാണ് ദൈവത്തോട് മറുതലിക്കരുത്. അപ്പസ്തോല പ്രവർത്തനം 7-ന്റെ-51 വചനം, 2 ദിനവൃത്താന്തം 35-21 ദൈവത്തെ എതിർക്കുന്നതിനെക്കുറിച്ച്, ദൈവത്തോട് മറുതലിക്കുന്നതിനെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. മർക്കടമുഷ്ടിക്കാരാണ് അപ്രകാരം ചെയ്യുന്നത് എന്ന് വചനം വ്യക്തമാക്കുന്നുണ്ട്. 8-ാമത്തെ കാര്യമാണ് ദൈവത്തെ അപമാനിക്കുന്നത്. അപമാനിക്കരുത് എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മലാക്കി 1-ാം അധ്യായം 6 മുതൽ വായിച്ചാൽ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എനിക്ക് അർഹമായ ബഹുമാനം എവിടെ? ദൈവത്തെ ബഹുമാനിക്കേണ്ടവരാണ്, അതിനു പകരം നമ്മൾ ദൈവത്തെ അപമാനിക്കുക എന്ന് പറഞ്ഞാലോ അത് മാരകമായൊരു പാപമാണ് എന്നുള്ളത് നാം തിരിച്ചറിയണം. 9-ാമത്തെ കാര്യമാണ് ദൈവത്തെ വെല്ലുവിളിക്കുക. ചിലര് യേശുവിനെ വെല്ലുവിളിച്ച പലരെക്കുറിച്ചും സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വെല്ലുവിളി അത് ജീവിതത്തിലേക്ക് ഏറ്റെടുത്തിരിക്കുന്ന ചില വ്യക്തികളെ കാണാൻ പറ്റും. സന്നക്കരിവ് ദൈവത്തെ വെല്ലുവിളിച്ചവരാണ്. അതാണ് 2 ദിനവൃത്താന്തം 32-ന്റെ-17 മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുക. ലൂക്കാ 23-39 വചനം, കർത്താവിൻ്റെ കൂടെ കിടന്ന കള്ളന്മാരിൽ ഒരുവൻ പറഞ്ഞത്, നിങ്ങളെ രക്ഷിക്കുക കർത്താവ്, നീ സാക്ഷാൽ ദൈവമാണെങ്കിൽ നീ നിന്നെ തന്നെ രക്ഷിക്കുക, ഞങ്ങളെയും രക്ഷിക്കുക. അങ്ങനെ വെല്ലുവിളിക്കുന്ന ഒരു രംഗം. 10-ാമത്തെ കാര്യമാണ് ദൈവത്തെ വേദനിപ്പിക്കരുത്. എഫേസ്യസ് 4-30 വചനം, നിങ്ങൾ രക്ഷയുടെ ദിനത്തിനു വേണ്ടി മുദ്രിതരാക്കപ്പെട്ടവരാണ് പരിശുദ്ധാത്മാവിനാൽ. ആ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. അപ്പസ്തോല പ്രവർത്തനം 9 സാവൂളിനോട് ദൈവം പറഞ്ഞ ഒരു കാര്യം, സാവൂൾ സാവൂൾ നീ എന്തുകൊണ്ട് എന്നെ പീഡിപ്പിക്കുന്നു? ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചവൻ ദൈവത്തെ തന്നെ, ക്രിസ്തുവിനെ തന്നെയാണ് പീഡിപ്പിച്ചത് എന്നവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് കാണാൻ പറ്റും. മറ്റൊന്ന്, ദൈവത്തെ കബളിപ്പിക്കരുത്. ഗലാത്യർ 6-ാം അധ്യായം 7 മുതൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, ദൈവത്തെ കബളിപ്പിക്കാൻ ആർക്കും പറ്റില്ല. അതിനുള്ള ഒരു പരിശ്രമം നാം നടത്താതിരിക്കുന്നതാണ് നല്ലത്. അവസാനത്തേതാണ് ദൈവത്തെ ഉപദേശിക്കാൻ പോകരുത്. ദൈവം തരുന്ന ഉപദേശം ഏറ്റെടുത്ത് ജീവിച്ചാൽ നമുക്കതുകൊണ്ട് അനുഗ്രഹമുണ്ടാകും. പ്രഭാഷകൻ 42-ന്റെ-21 പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന് ഉപദേശകരെ ആവശ്യമില്ല, ഉപദേശം ഏറ്റെടുത്ത് അത് പ്രാവർത്തികമാക്കുന്നവര് അതിൻ്റെതായിട്ടുള്ള അനുഗ്രഹം പ്രാപിക്കും. ഇക്കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇതൊന്നും ദൈവത്തോട് ഇനി ഒരിക്കലും ചെയ്യാതിരിക്കുവാൻ വേണ്ട അഭിഷേകത്തിനായി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവനിഷേധികളുടെ മാനസാന്തരത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഉദ്ധാന ലഹരിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരികയും പാപത്തിൽ വീഴാതെ ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ഉദ്ധാനം ചെയ്ത യേശുവേ, അങ്ങയോട് ഐക്യപ്പെട്ടു വിശുദ്ധ ജീവിതം നയിക്കാനും ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുന്നവരാകാനും ഞങ്ങൾക്ക് വരമരുളണമേ. ആമേൻ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തെ നമുക്ക് സ്തുതിച്ച് ആരാധിച്ച് ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് ഏറ്റെടുക്കണമേ, അവയെല്ലാം ഞങ്ങൾക്ക് നടത്തി തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.